താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. നമ്മളൊക്കെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ആണേ, എന്ത് ചോദ്യമല്ലേ, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. ലോട്ടറിയുടെ പ്രത്യേകത അറിയത്തില്ലേ? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതുപോലെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ആണേ, ആണ്. ആലോചിച്ച് നോക്കിയാൽ മതി, മനസ്സിലാകും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന, പ്രാപിക്കുന്നവരായ ഭക്തന്മാർ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന, ഇന്നും ഭക്തന്മാർ പ്രാപിക്കുന്നവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അങ്ങനെയുള്ളതല്ല. പിന്നെ ഈ നീറ് കടിക്കും പോലെ, നാട്ടുഭാഷയാണ്, മനസ്സിലായില്ലേ? ഒരു മര ഉറുമ്പുണ്ട്, ചുമന്ന കളറിലുള്ള. കടിച്ചാൽ കടി വിടത്തില്ല. കടി വിടണമെങ്കിൽ ചാകണം, അല്ലേ? കിട്ടിയാലേ എഴുന്നേൽക്കൂ. മറുപടി പ്രാർത്ഥനയ്ക്ക് കിട്ടിയാലേ എഴുന്നേൽക്കത്തുള്ളൂ. അതാ പ്രാർത്ഥന. ആര് പ്രാർത്ഥിച്ചു? പഴയ നിയമത്തിൽ ഭക്തനായ യാക്കോബ് പ്രാർത്ഥിക്കുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല, വിടത്തില്ല, വിടത്തില്ല. ആ പ്രാർത്ഥന. അപ്പോൾ എങ്ങനെ ഭക്തന്മാർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? അർത്ഥം നമുക്കങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, എന്തോ കൊണ്ട് കഴിയുന്നില്ല. ആ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്തും. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ, ഞാൻ വിശ്വസിക്കുന്നു, മറുപടി കിട്ടാതെ എണീക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തുടങ്ങുവാൻ പോകുക, മറുപടിയോടെ എഴുന്നേൽക്കുവാൻ പോകുക. അപ്പോൾ റെഡിയല്ലേ അങ്ങനെ പ്രാർത്ഥിക്കുവാനും പ്രാപിക്കുവാനും? രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. 1-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള കാരണം കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകൻ, ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ ഓൾ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും ശക്തനായ പ്രവാചകൻ. ആ പ്രവാചകൻ ഒരിക്കൽ ഹിസ്കിയാവ് എന്ന രാജാവിൻ്റെ അരമനയിലേക്ക് കടന്നു വരികയാണ്. അരമനയിലേക്ക് കടന്നു വന്ന യെശയ്യാവ് എന്ന പ്രവാചകൻ, ദൈവത്തിൻ്റെ പ്രവാചകൻ, ഹിസ്കിയാവിനോട് പറയുകയാണ്, ഹിസ്കിയാവേ, നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, നീ മരണപ്പെടുവാൻ പോവുകയാണ്, ഇനി നിനക്ക് മുമ്പിൽ സമയമില്ല. ഭക്തൻ, അവൻ അറിയേണ്ടത് മുൻകൂട്ടി അറിയും. ഭക്തനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുള്ള പ്രത്യേകത തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാമല്ലോ. മുൻപിൽ തകർച്ചയ്ക്കും കഷ്ടത്തിനും നിരാശയ്ക്കും കാരണമായി പിശാചി ചെയ്യുവാൻ പോകുന്നതിനെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. എന്തിനു വേണ്ടി? പ്രാർത്ഥിച്ച് അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി. ഓ സ്തോത്രം. ഭയപ്പെടുവാനല്ല, അയ്യോ ഇനി വയ്യേ എല്ലാം തീർന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഓടാനല്ല, മറിച്ച് പ്രാർത്ഥിക്കുവാൻ, ആ അനർത്ഥത്തിൽ നിന്ന് പുറത്തു വരുവാൻ, അനർത്ഥം വ്യസന കാരണമായി തീരാതെ പുറത്തു വരുവാൻ. അപ്പോൾ ഹിസ്കിയാവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പറഞ്ഞതാരാ? യെശയ്യാവാ പറഞ്ഞത്. മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷെ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുക എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന. ഞാൻ ഇങ്ങനെ പറയും, പ്രാഗൽഭ്യമുള്ള പ്രാർത്ഥന. വഴിയെ പറയാം. പ്രാർത്ഥനയുടെ ഫലമോ? ഹിസ്കിയാവിൻ്റെ ആയുസിനോടുകൂടെ ദൈവം 15 സംവത്സരത്തെ നീട്ടി നൽകി. എവിടെ നിന്നാ തുടങ്ങുന്നേ? യെശയ്യാവെന്ന പ്രവാചകൻ വന്നിട്ട് പറയുക, ഹിസ്കിയാവേ, നീ മരിച്ചു പോകും, നീ ഇനി ജീവിച്ചിരിക്കത്തില്ല. എന്ത് രോഗമാ ഹിസ്കിയാവിന് മരണം വിളിച്ചു പറയുവാൻ തക്കവണ്ണം ബാധിച്ചിരുന്നത്? 7-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പരു. ഏതാ രോഗം? ഇന്ന് നമുക്കത് സുപരിചിതമാണ്. ഞാൻ ഇപ്പോൾ കൂടെ ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചതേ ഉള്ളൂ, അവരെ ധൈര്യപ്പെടുത്തിയതേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചതേ ഉള്ളൂ. കർത്താവ് അവരെ വിടുവിക്കും. എന്താ? ക്യാൻസർ എന്ന പരു, മരിപ്പിക്കുന്ന പരു, ഉണങ്ങാത്ത പരു. അതെ, ക്യാൻസർ രോഗം ബാധിച്ച ഹിസ്കിയാവ് മരണം തൊട്ടു മുമ്പിൽ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ 4th സ്റ്റേജായി. ഇനി ഒന്നും ചെയ്യാനില്ല. ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് ബന്ധുക്കളെയൊക്കെ കണ്ട്, ആഹാരം കഴിക്കാൻ പറ്റുമോ അറിയത്തില്ല, ബന്ധുക്കളെയൊക്കെ കാണാൻ പറ്റും,
ആ സ്റ്റേജിലെത്തി. അങ്ങനെ ആയിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഈ പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ആയുസ്സിനോട് കൂടെ ചില വർഷങ്ങളെ നീട്ടിത്തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മെഡിക്കൽ സയൻസ് അവസാനിച്ചു എന്ന് പറഞ്ഞിടത്ത് നിന്ന് നിങ്ങൾക്ക് പുതിയ വർഷങ്ങളെ, പുതിയ സംവത്സരങ്ങളെ, പുതിയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ താങ്ക് ഗോഡ്. സ്തോത്രം പറഞ്ഞ് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, സൗഖ്യമാക്കുക. ആമേൻ. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ക്യാൻസർ രോഗത്തിന് മുമ്പിൽ കരഞ്ഞായിരിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കിയ ഈ രോഗികളുടെ സാക്ഷ്യം കൊണ്ട് അനുഗ്രഹമായി മാറുവാൻ പോവുക. ആമേൻ. സ്തോത്രം. എല്ലാം തീർന്നത് കേട്ടവർ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം അവസാനിച്ചു, എൻ്റെ ഭാര്യയുടെ ജീവിതം അവസാനിച്ചു, എൻ്റെ മക്കളുടെ, എൻ്റെ അമ്മയപ്പൻ അയ്യോയ്യോ എല്ലാം പോയി, ഇനിയില്ല എന്ന് പറഞ്ഞായിരിക്കുന്ന നിങ്ങളോട് തന്നെ ആയുസിനോടുകൂടെ ചില സംവത്സരങ്ങൾ വചനം പറയുന്നു. ഹിസ്കിയാവിന് ആയുസ് നീട്ടിക്കൊടുത്തു, അവന് മനശ്ശെ എന്നൊരു തലമുറയും കൊടുത്തു. ഇത് വേറൊരു ദൂത. കാരണം പലരും ചിന്തിക്കുന്നേ, രക്ഷയില്ല, രക്ഷപ്പെട്ട് കിട്ടിയാലും ഒരു ഉപയോഗമില്ല, ഫോട്ടോ പോലെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ. അത് ഡോക്ടർമാർ നിനക്കിപ്പം തന്നുവിടുന്ന ആ രോഗിയാ. എന്നാൽ ദൈവം തരുന്നവൻ അങ്ങനെയല്ല. അവൻ ഈ ലോകത്തിൽ അതിനു മുമ്പ് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കും. മാതാവേ, നീ എങ്ങനെ ആയിരുന്നുവോ അതുപോലെ ആയിരിക്കും. നിന്റെ മക്കളുടെ സന്തോഷം കാണും, നിന്റെ കുടുംബത്തിന്റെ സന്തോഷം കാണും, അവർക്ക് വേണ്ടിയുള്ളത് ചെയ്യും. സഹോദര, നീ എങ്ങനെ ആയിരുന്നോ അങ്ങനെ ആയിരിക്കും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ എങ്ങനെ ആയിരുന്നോ അങ്ങനെ ആയിരിക്കും. അതിലധികമായി ചിലത് നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തരും. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്നോടാ ഈ ലോകത്തിൽ കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിരിക്കുന്നുവോ അങ്ങനെ തന്നെ നിന്റെ കുഞ്ഞുമായിരിക്കും. അവരിൽ നിന്ന് നീ എന്തൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം നീ കാണും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക്. ആമേൻ, ആമേൻ. വിട്ടുമാറുക. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം വിടുതലായി ചലിക്കുക. ചില ബ്ലഡ് ക്യാൻസറുകൾ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ചില ബ്ലഡ് ക്യാൻസറുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറുക. രോഗം സ്ഥിരീകരിച്ചിട്ടില്ലാത്ത, എന്നാൽ ഭയപ്പെടുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ബയോപ്സി എടുത്ത് നോക്കാം. എന്നാൽ ഒരു ഭയം വേണമോ? എന്തായിത്തീരും? അതെ, ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുക. ബയോപ്സി എടുക്കുമ്പോൾ അയ്യോ ഒരു സംശയമായിരുന്നു എന്ന് പറയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില ട്യൂമറുകൾ മാറിപ്പോവുക. ആമേൻ. നീ ഇനിയും ജീവിച്ചിരുന്ന് സഹോദരി, ഇനി എന്നെ കൊണ്ട് ഒരു ഉപയോഗവും അങ്ങനെയുള്ളവരെയാ നമ്മൾ ചുറ്റും കണ്ടിട്ടുള്ള. കാരണം ആശുപത്രിയിൽ നിന്ന് അങ്ങനെയുള്ളവരെയാ കൊടുത്തു വിടുന്നേ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരുന്ന ഡെഡ് ബോഡി പോലെ വെറുതെ കൊണ്ടുവച്ച് റീത്തൊക്കെ ഇടാം, അത്രയേ ഉള്ളൂ. അങ്ങനെയാ ആശുപത്രിയിൽ നിന്ന് കൊടുത്തു വിടുന്നത്. എന്നാൽ എൻ്റെ അപ്പൻ അങ്ങനെയല്ല. സ്തോത്രം. ഹിസ്കിയാവിനെ അപ്പൻ സൗഖ്യമാക്കുന്നതേ അങ്ങനെയല്ല. പിന്നെയും 15 സംവത്സരം ജീവിച്ചിരുന്ന് മക്കളെ ജനിപ്പിച്ച് സന്തോഷത്തോടെ. ഇതിനിടയ്ക്ക് വേറെയും ഹിസ്കിയാവ് ചെയ്തു കൂട്ടുന്നുണ്ട്. അതിന് തക്കവണ്ണം പലതും ചെയ്തു കൂട്ടുവാൻ തക്കവണ്ണം പ്രാപ്തിയോടെ എൻ്റെ കർത്താവ് സ്തോത്രം നിന്നെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഹിസ്കിയാവിനെ കർത്താവ് സൗഖ്യമാക്കുക മാത്രമല്ല, 6ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ 6ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഞാൻ നിന്റെ ആയുസിനോടുകൂടെ 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ആമേൻ. പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? രോഗസൗഖ്യത്തിന് വേണ്ടിയാ. യെശയ്യാവ് പറഞ്ഞു കല്ലറ ഒരുക്കിക്കോ, ഇനിയില്ല. അപ്പോൾ അതിൽ നിന്ന് വിടുതലിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവം പറയുക, ഞാൻ നിനക്ക് ആയുസിനോടുകൂടെ 15 സംവത്സരം തരും. സന്തോഷം. അതുമാത്രമല്ല, നഗരം വളഞ്ഞിരിക്കുന്ന അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കും. അല്ലെങ്കിൽ ആ രാജാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിനക്ക് യുദ്ധ വിജയവും നൽകും. ആമേൻ. ക്യാൻസർ വന്ന, മരണം കാത്തു കിടക്കുന്ന രാജാവ് യുദ്ധം ചെയ്യുവാൻ പോവുക. സ്തോത്രം. ദൂത ചില രോഗങ്ങൾ വന്ന്, ചില പ്രശ്നങ്ങളാൽ പിടിക്കപ്പെട്ട് ബാധിക്കപ്പെട്ട് അത് ശരീരത്തെ വല്ലാതെ തളർത്തിക്കളഞ്ഞു, മനസ്സിനെയും വല്ലാതെ തളർത്തിക്കളഞ്ഞു. മാതാവേ, പിതാവേ, നിന്റെ മക്കളെ കുറിച്ചാണ് അവരുടെ ജീവിതത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ, അത് മുഖാന്തരം അവരിലുണ്ടായ മുറിപ്പാടുകൾ, പുറത്തു വരുവാൻ കഴിയാതെ, ആൾക്കാരുമായി ഇടപഴകുവാൻ കഴിയാതെ, നല്ല ക്വാളിഫൈഡാ പക്ഷെ ജോലിക്ക് പോലും പോകുവാൻ കഴിയുന്നില്ല. നിന്നോടും നിന്റെ ഭാര്യയോടും അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനോടും നിങ്ങളോട് സ്നേഹത്തോടെ ഇടപെടുവാൻ കഴിയുന്നില്ല. അவ்விധത്തിൽ ബാധിക്കപ്പെട്ട് മാനസികമായി തളർന്നായിരിക്കുന്ന തലമുറകൾ പുറത്തു വരുവാൻ പോകുക. താങ്ക് ഗോഡ്. ഹിസ്കിയാവ് യുദ്ധം ചെയ്യുവാൻ പോകുക. ആമേൻ. യുദ്ധം ചെയ്ത് വെട്ടുവാങ്ങി കൂട്ടിയെന്നല്ല, മറിച്ച് ജയിക്കുക, യുദ്ധം ജയിക്കുക. നോക്കിയേ,
ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? രോഗസൗഖ്യത്തിന് വേണ്ടി. രോഗസൗഖ്യം കൊടുത്തു. ഒപ്പം തന്നെ പ്രാർത്ഥിക്കാത്തൊരു വിഷയത്തിന് ദൈവം മറുപടിയും നൽകി. അതെന്താ അങ്ങനെ? ഇവിടെ നമ്മൾ ദൈവവുമായി പലപ്പോഴും തെറ്റുന്നത്. ഇവിടെ നോക്കിയേ, ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്നത് രോഗസൗഖ്യത്തിന്, ദൈവം രോഗസൗഖ്യം നൽകി, നല്ലത്. പ്ലസ് രാജാവിനെ കയ്യിലേൽപ്പിച്ചു, ശത്രു രാജാവിൽ നിന്നുള്ള ജയവും നൽകി, ശത്രു രാജാവിനെ തകർക്കുവാനുള്ള കരുത്തും നൽകി. ഇനി ഈ കരുത്ത് നൽകിയില്ല എങ്കിൽ, പ്രാർത്ഥന മാത്രം കേട്ടു, ഹിസ്കിയാവിനെ സുഖമാക്കി, എന്താ സംഭവിക്കുന്നത്? സുഖമായ ഹിസ്കിയാവ് സന്തോഷത്തോടെ പുറത്തിറങ്ങും, പാളയം വളഞ്ഞിരിക്കുന്ന അശൂർ സൈന്യം വന്ന് വെട്ടിക്കൊല്ലും. അത്രയേ ഉള്ളൂ. അവൻ അപ്പോൾ സൗഖ്യമായതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ ദൈവത്തിനറിയാം രോഗസൗഖ്യം മാത്രം പോരാ, ശത്രുവിൽ നിന്നുള്ള വിടുതലുമുണ്ടെങ്കിലേ ഇവന് നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി താമസിക്കുമ്പോൾ തിരിച്ചറിയുക, അതിലും പ്രാധാന്യമേറിയത് നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ദൈവം അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അതവൻ നൽകി നിങ്ങളെ മാനിക്കുന്നുണ്ട്. തക്ക സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും മറുപടി നൽകും. മനസ്സിലായില്ലേ? ഒരു സാക്ഷ്യം പറഞ്ഞുതരാം. ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലി തുടങ്ങിയ സമയത്ത് തന്നെ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചൊരു സഹോദരിയുണ്ട്. ഭയങ്കര സ്നേഹമാണ്. സഹോദരിയും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കറിയാം, എങ്ങനെയെങ്കിലും ആൾക്കാരൊക്കെ ഒരുപാടുള്ള ഒരു കുടുംബത്തിലോട്ട് പോകണം, വിവാഹം കഴിച്ച് പോകണം, അതായിരിക്കും ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കളുടെ ആഗ്രഹം അതായിരിക്കും, എൻ്റെ മോളെ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഒരുപാടുള്ള ഒരു കുടുംബത്തിലേക്ക് അയക്കണം. ഇനി ഇങ്ങനെ വലിയ കുടുംബങ്ങളിൽ ജനിച്ച് ജീവിക്കുവാൻ ഭാഗ്യം ചെയ്തവരുടെ ചിന്ത എന്താ? എങ്ങനെയെങ്കിലും പൊളിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി. അത് ഈ ലോകത്തിൻ്റെ ഒരു ചിന്തയാ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അപ്പോൾ ഈ അമ്മയുടെ മോളുടെ ആഗ്രഹം അതാ. വിളിക്കും, ഭയങ്കര സ്നേഹമാണ്. പ്രാർത്ഥന, ദേവദാസനെ പ്രാർത്ഥിക്കണേ, വിവാഹം വേഗത്തിൽ നടക്കണം. ഈ ഒറ്റയ്ക്കായ അത് വല്ലാത്തൊരവസ്ഥയാണ്. ആ പുള്ളിക്കാരി അതിന് കാരണങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ച് ഏകദേശം 2-3 വർഷമായി, മറുപടിയില്ല. അപ്പോൾ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ വിളിച്ച് സങ്കടമൊക്കെ പറയും, പരാതിയൊക്കെ പറയും. അമ്മയും വിളിച്ച് പരാതി പറയും, മോളും വിളിച്ച് പരാതി പറയും. എന്താ ദേവദാസനെ നമ്മുടെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കാത്ത? സങ്കടം വേറൊന്നുമല്ല, അവരായിരിക്കുന്നതിന് തൊട്ടടുത്ത് ഞങ്ങൾ ഇടയ്ക്ക് മാസത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങളാണ്, വലിയ അത്ഭുത സാക്ഷ്യങ്ങളാണ്. വീടില്ലാത്തവർക്ക് വീടുണ്ടാകുന്നു, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നു, വലിയ അത്ഭുതങ്ങളാണ്. ഇതൊക്കെ അവർ കാണുകയാണ്. അവരുടെ ജീവിതത്തിൽ മാത്രം ആ ദേശത്തിലൊരു വേലയ്ക്ക് മുഖാന്തരമായി മാറിയത് അവരാ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ മാത്രം ഒന്നും നടക്കുന്നില്ല. അങ്ങനെ പരാതിയും പരിഭവമായി വർഷം 2-3 അങ്ങ് കഴിഞ്ഞു പോയി. ഒരു ദിവസം ആ സഹോദരി പ്രാർത്ഥിക്കുവാൻ പറയാത്തൊരു വിഷയം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ യൂഷ്വൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. എന്താ? അവൾക്കൊരു ജോലി കിട്ടി, സന്തോഷം. പക്ഷെ അവൾക്ക് വിവാഹമാണ് വലിയ കാര്യം. കാരണം മറ്റൊന്നുമല്ല, അവൾ ഒറ്റയ്ക്കായിരിക്കുന്നു, അമ്മയും അവളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വലിയ കുടുംബത്തിലെത്തണം, അതാണ് സുരക്ഷിതത്വമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അത് അറിയാം. അപ്പോൾ അതിനായി നമ്മൾ ദൈവത്തെ സ്തുതിച്ച്, എന്തിനാ? ജോലി കിട്ടി. 1 മാസം കഴിയുന്നതിന് മുമ്പേ അടുത്ത് വീണ്ടും വിളിക്കുന്നു, ദേവദാസനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വിവാഹം എല്ലാം ആയിട്ടുണ്ട്. അയ്യോ, ഭയങ്കര സന്തോഷമാണ്. അന്ന് ഈ വചനത്തിലൂടെ ആ കർത്താവിനോട് സംസാരിച്ചത്. അവളുടെ ആവശ്യം വിവാഹമാണ്, അതുവഴി വലിയൊരു കുടുംബത്തിലെത്തണം. എന്നാൽ കർത്താവ് എന്താ അവൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? അവളൊരു ജോലിക്കാരിയായി ആ ഭവനത്തിലേക്ക് കടന്നു പോകണം, എങ്കിലേ അങ്ങനെ ഒരു ഭവനത്തിൽ അവൾക്ക് നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. നിന്റെ ആവശ്യം എന്തെന്ന് നിന്നെക്കാൾ, ആമേൻ, എൻ്റെ കർത്താവ് അറിയുന്നു. നിന്റെ ആവശ്യം എന്തെന്ന് നിന്നെക്കാൾ വരെ അറിയുന്ന ഒരു കർത്താവ്. ആമേൻ. അതുകൊണ്ട് ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ അയ്യോ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊന്ന് പറഞ്ഞ് കരയേണ്ട. കർത്താവ് വേണ്ടത് ചെയ്യുന്നുണ്ട്. ആ കിട്ടുന്ന മറുപടി നിലനിർത്തുവാൻ ഹിസ്കിയാവിന് മറുപടിയും കൊടുത്തിട്ട് വെളിയിലോട്ട് ഇറക്കി വിട്ടിരുന്നെങ്കിലുള്ള സ്ഥിതി അതുണ്ടാകാതിരിക്കുവാൻ അല്പം കാലതാമസം എടുക്കുന്നു. അതുകൊണ്ട് കാത്തിരിപ്പുകൾ നിങ്ങളുടെ പരാജയമോ ദൈവത്തിൻ്റെ പരാജയമോ അല്ല, വലിയ വിടുതലിനാണ്. ദൈവം അങ്ങനെയാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് ദൈവത്തിന് നിങ്ങൾക്ക് മുമ്പേ അറിയാം. അതുകൊണ്ട് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ കർത്താവ് ചെയ്തു. ഒന്ന്, ആയുസിനോടുകൂടെ 15 സംവത്സരം നീട്ടി നൽകി, എല്ലാ ആരോഗ്യത്തോടും കൂടെ. 2, ശത്രുവിൽ നിന്നുള്ള ജയവും നൽകി. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ കാലാവധി, അതേ പ്രിയരെ, പലയിടങ്ങളിൽ പല സ്ഥാനങ്ങളിൽ കാലാവധി തീർന്ന് ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്. സഹോദര സഹോദരി, ആ ജോലി സ്ഥലത്ത് വിസ കാലാവധി തീർന്നു, അവർ പറഞ്ഞിരുന്ന ആ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞു, ഇനി ഇവിടെ ജോലി ചെയ്യുവാൻ കഴിയത്തില്ല, മതി, ഇത്രത്തോളം നിന്നത് തന്നെ അയ്യോ
എന്താ പറയുക, പരിധി വയ്ക്കുക. മതിയെന്ന് ലോകം പറയുമ്പോൾ പുതിയ തുടക്കം അവിടെ നിന്ന് ഇല്ല, ഇനിയുമുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി അവിടെ അവസരങ്ങളുടെ പുതിയ വാതിലുകളെ വഴികളെ തുറക്കുന്ന ഒരു ദൈവം. അതെ, കാലാവധി തീർന്നിടത്ത് തന്നെ നീ ഇനിയും ജോലി ചെയ്യുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. വിസ കാലാവധി തീർന്നു, അയ്യോ ഭാരപ്പെടേണ്ട, അവിടെ തന്നെ നീ ജോലി ചെയ്യും. ആ രാജ്യത്തിൽ തന്നെ, ആ സ്ഥാപനത്തിൽ തന്നെ. സഹോദരി, നിന്റെ ഭർത്താവ് ജോലി ചെയ്യും. സഹോദര, നീ ജോലി ചെയ്യും. സഹോദരി, നീ ജോലി ചെയ്യും. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത പ്രാർത്ഥിക്ക്. ഈ 20ാമത്തെ ദിവസം, ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ ദിവസം, അതേ കാലാവധിയെ കർത്താവ് ദീർഘിപ്പിക്കുക, ആ പരിധിയെ കർത്താവ് മാറ്റുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില കാലാവധികളെ, തീർന്നുപോയ ചില കാലാവധികളെ കർത്താവ് ദീർഘിപ്പിക്കുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ചിലതൊക്കെ, ആമേൻ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്നാ പറയുന്നത് പിള്ളേരൊക്കെ. ആ രോഗമുഖാന്തരം അയ്യോ അതിന് അധികം പോകത്തില്ല. അങ്ങനെ കേട്ടവർ സൗഖ്യമായി അവർക്കൊപ്പം ജീവിക്കുവാൻ പോകുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവർ, എക്സ്പയറി ഡേറ്റ് കഴിയാത്തവർക്കൊപ്പം, ഓ താങ്ക് ഗോഡ്, നിങ്ങൾ ജീവിക്കുവാൻ പോകുക. അതിന് തക്കവണ്ണം ഇപ്പോൾ സൗഖ്യമാകാം. യെസ്, യേശുവിൻ നാമത്തിൽ ആ രോഗം വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ചിലർ, ഓ ആമേൻ, ഹിസ്കിയാവിനെ പോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവർ പിന്നെയും ജീവിച്ച് പലതും ചെയ്യാനുണ്ടെന്നേ. എടാ പിള്ളേരെ, നിങ്ങൾ കളയാക്കിയില്ലേ? അവരിനിയും, ഓ സ്തോത്രം, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതും ചെയ്യുവാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ പലതും ചെയ്യുവാൻ പോകുക. നിങ്ങൾക്ക് വേണ്ടി അവർ പലതും ചെയ്യുവാൻ പോകുക. കാലാവധി തീർന്നു. നോക്കട്ടെ, ഒരു 6 മാസം, 1 വർഷം അല്ലേ സഹോദരി? ആ കുടുംബ കോടതിയിലെ അവർ തന്ന കാലാവധി, അതുവരെ എന്തെങ്കിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ദൈവദാസനെ, ഭർത്താവ് അങ്ങനെ തന്നെ, പുള്ളിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. എൻ്റെ ഭാര്യ, അവൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. കാലാവധികളെല്ലാം തീർന്നു, പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. ഞാൻ ഭർത്താവില്ലാത്തവളായി മാറും, ഞാൻ ഭാര്യയില്ലാത്തവനായി മാറും, എൻ്റെ കുടുംബം തകർന്നു. അയ്യോ, നിരാശയോടെ ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ കർത്താവ് അവൻ കാലാവധി നീട്ടിത്തരിക. എത്ര മാസമെന്നോ? മാസമല്ല, നീ ഈ ഭൂമിയിൽ ജീവനോടായിരിക്കുന്നത് വരെ. അങ്ങനെ പറഞ്ഞല്ലേ ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്തേ? സഹോദര, സഹോദരി, അങ്ങനെ പറഞ്ഞല്ലേ ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്തേ? ആ എഗ്രിമെൻറ്റിന് ഒരു സാക്ഷിയുണ്ട്. ആ സാക്ഷി അങ്ങ് സ്വർഗത്തിലെ ദൈവമാണ്. നീ കണ്ട സാക്ഷികൾ കാണും, അതല്ല, സ്വർഗത്തിലെ അപ്പനാ അതിന് സാക്ഷി നിന്നവൻ അറിയാം. ഓ താങ്ക് ഗോഡ്. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, കാലാവധി നീട്ടിത്തരിക. ഭാര്യയോടൊപ്പം, ഭർത്താവിനോടൊപ്പം, അതെ, നിങ്ങൾ സന്തോഷമായി ഈ ഭൂമിയിൽ ജീവിക്കും. ആമേൻ, ജീവിക്കും. ഇനിയും തലമുറകൾ ജനിക്കും, ഇനിയും പലതും ചെയ്യും. ഓ താങ്ക് ഗോഡ്. ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് അതേന്നെ ചോദിക്കുന്നവരൊക്കെ ചോദിക്കത്തേ ഉള്ളൂ. ഇനിയും പലതും ചെയ്യും. ഇനിയും ഓ ആമേൻ. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് കാലാവധി നീട്ടി നൽകുക. ഇനിയൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇനിയും ചാൻസ് ഉണ്ട്. ആമേൻ. ഇനിയും ചാൻസ് ഉണ്ട്. നിന്റെ മക്കൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ആ കോഴ്സിൽ തന്നെ, ആ കോളേജിൽ തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടും, അവർ പഠിക്കും. അങ്ങനെയുള്ള ഡിഗ്രിക്കാരായവർ മടങ്ങി വരും. ഡോക്ടറായി തന്നെ, മാതാവേ നിന്നോടാ, ഡോക്ടറായി തന്നെ അവൾ മടങ്ങി വരും. യെസ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ ഡിഗ്രിക്കാരനായിട്ട് ആ രാജ്യത്തിൽ നിന്ന് വീട്ടിനകത്തിരിക്കുന്നു. വിഷമിക്കേണ്ട മാതാവേ, ഇനിയും അവർക്ക് ചാൻസ് ഉണ്ട്. കോളേജിൽ നിന്ന് പറയും ഇനി ചാൻസ് ഇല്ല, ഇനി ചാൻസ് കൊടുക്കുവാൻ. ഓ സ്തോത്രം, അവരല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇവിടെ യെശയ്യാവ് പറഞ്ഞു, പിന്നെ കോളേജുകാരോട് പോയി പണി നോക്കാൻ പറ. എൻ്റെ കർത്താവ് ഇനിയും ചാൻസ് കൊടുക്കുവാൻ പോകുക. ചാൻസ് അല്ല, ചാൻസസ്, അങ്ങനെയല്ലേ? ചാൻസുകൾ ഉണ്ടാകുവാൻ പോകുകയോ, അവസരങ്ങളുടെ വാതിലുകൾ നിന്റെ തലമുറകൾക്ക് മുമ്പിൽ എൻ്റെ ദൈവം തുറന്നു കൊടുക്കുവാൻ പോകുക. അത് കിട്ടാത്തത് കൊണ്ട് പേടിച്ച് മുറിക്കകത്തിരിക്കുന്ന, അറയ്ക്കകത്ത് ഒളിച്ചിരുന്ന് കരയുന്ന ആ പിള്ളേരോട് പുറത്തു വരുവാൻ പറ. ദൈവം അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരിക. മക്കളെ, ദൈവം അവസരങ്ങളുടെ വാതിലുകളെ തുറന്നു തരിക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ കർത്താവ് അവസരങ്ങളുടെ വാതിലുകളെ തുറന്നു തരിക. ഓ സ്തോത്രം. ഇനിയും ചാൻസ് ഉണ്ടെന്നേ. നിന്റെ മക്കൾ നന്നാവും, ആ ദുശീലങ്ങൾ മാറും, ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു വരും, അവർ മാനിക്കപ്പെടും, അവർ അനുഗ്രഹിക്കപ്പെടും. അതെ, ഡോക്ടർമാർ പറഞ്ഞു ഇനി ചാൻസ് ഇല്ല, ദത്തൊന്നും എടുക്കണ്ട. ആമേൻ. ഓ സ്തോത്രം, ആമേൻ, സ്തോത്രം. നിന്റെ തലമുറ, ഓ സ്തോത്രം, ഉദരഫലമുള്ളവളായി മാറുവാൻ പോകുക. ആ കുഞ്ഞിനെ നീ കയ്യിലെടുക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. ആമേൻ. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുക. ഇനി എന്താ വഴി? നീ നോക്കിയിട്ട് വഴിയില്ല, പക്ഷെ കർത്താവ് വഴികളെ തുറന്നു തരുവാൻ പോകുക. പരിധി വെച്ചെടുത്തു. മതി എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും തകർക്കപ്പെടുവാൻ പോകുക. അപ്പോൾ ചാൻസസ് ഉണ്ടാകുവാൻ പോകുക. ഓ
ആമേൻ. കാലാവധി തീർന്നിടത്ത് നിന്ന്, ഇനിയില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് കർത്താവ് പുതിയ തുടക്കങ്ങളെ നൽകുക. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നീറ് കടിക്കും പോലെ, അല്ലെങ്കിൽ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടത്തില്ല. ഹിസ്കിയാവ് അങ്ങനെയാ. യെശയ്യാവാ പറഞ്ഞേ, ഹിസ്കിയാവേ നിന്റെ കാര്യം പോക്ക. പക്ഷേ ഹിസ്കിയാവ് ചുവരിന് നേരെ മുഖം തിരിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുമ്പോൾ ഹിസ്കിയാവിനെ പ്രാർത്ഥിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവനാക്കി മാറ്റിയ 3 കാര്യങ്ങളെ അവിടെ കാണുവാൻ കഴിയും. ഒന്ന്, ഹിസ്കിയാവ് നാം ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ വിശ്വസ്തയോടും ഞാൻ വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ അങ്ങയുടെ മുമ്പിൽ ഞാൻ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത് അതൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തനായിരിക്കുവാൻ കഴിയുക? നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട്. പല പല തീരുമാനങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ എടുത്തിട്ടുണ്ട്, ഇല്ലേ? ആ തീരുമാനങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടോ? എന്നിട്ടല്ലേ അത് നിറവേറ്റിയോ നിറവേറ്റിയില്ലേ? അല്ലേ കുഞ്ഞെ, നീ ആ കൺവെൻഷൻ പ്രസംഗം കേട്ടിട്ട് തീരുമാനം എടുത്തത് എന്താ? ഇനി അത് ഉപയോഗിക്കത്തില്ല. സഹോദര, ഇനി ഉപയോഗിക്കത്തില്ല. എന്നിട്ടോ ശീലം, നിന്റെ ശീലം ദൈവത്തിന് വേണ്ടി മാറ്റാൻ നീ തയ്യാറായി, കർത്താവിൻ്റെ പത്രമായി മാറുവാൻ നീ തയ്യാറായി, നിന്നെ അറിയുന്നവർ നിന്നിലൂടെ കർത്താവിനെ കാണണമെന്ന് നീ ആഗ്രഹിച്ചു, തീരുമാനമെടുത്തു, നടപ്പിലാക്കിയോ? ഇല്ല. അവിശ്വസ്തത. അതെ, അത് തന്നെ അവിശ്വസ്തത. എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥ. ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങൾ, നേർച്ചകൾ, ഇന്നത് കർത്താവെ നീ എൻ്റെ ജീവിതത്തിൽ തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യാം. അപ്പോൾ തന്നോ? അന്നത്തെ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പം ജീവിക്കുന്നുണ്ടോ? അർത്ഥം കിട്ടി, അതുകൊണ്ടാണ് നീ ജീവിക്കുന്നത്. എന്നിട്ട് നേർച്ച നിറവേറ്റിയോ? അത് പിന്നെ ദൈവദാസനെ, അത് പിന്നെ അവിശ്വസ്തത. ദൈവഹിത പ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുവാനെടുത്ത തീരുമാനം എവിടെയോ പോയി. അവിശ്വസ്തത. അപ്പോൾ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക, നേർച്ചകൾ നേരുകയും നിറവേറ്റുകയും ചെയ്യുക. അപ്പോൾ അത് തന്നെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകാം, ദൈവത്തോടല്ലേ നമ്മൾ തീരുമാനം എടുക്കുന്നത്, ഇതെങ്ങനെ നമ്മൾ നിറവേറ്റുമോ എന്ന് അറിയാൻ പറ്റും? നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ ലോകത്തിലെ മനുഷ്യരോട് വിശ്വസ്തനാണെങ്കിൽ ദൈവത്തോടും വിശ്വസ്തനായിരിക്കും. അത് പറ്റത്തില്ല ദൈവദാസനെ. ലോകത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും, പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് വിശ്വസ്തനായിരിക്കും. നടക്കത്തില്ല. ചുമ്മാതാ. നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട്, മക്കളോട്, നിന്റെ സഹോദരങ്ങളോട്, നിനക്ക് ജോലി നൽകുന്ന നിന്റെ സ്ഥാപനത്തോട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്നവരോട് വിശ്വസ്തരാണോ? ആണോ? അവരോട് വിശ്വസ്തരാവാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ദൈവത്തോട് ആകാൻ പറ്റുമെന്ന് നീ വിചാരിക്കേണ്ട. കാരണം ഇവരൊക്കെ നീ കാണുകയാ. ദിവസം പ്രതി കാണുന്ന നിന്റെ ഭാര്യയെ പറ്റിക്കുന്ന നിനക്ക് ദൈവത്തെ പറ്റിക്കാൻ അങ്ങനെ നീ ദൈവത്തെ പറ്റിക്കാമെന്ന് കരുതണ്ട. അപ്പോൾ ഹിസ്കിയാവ് വിശ്വസ്തനായിരുന്നു. ഒന്ന്, വിശ്വസ്തനായിരിക്കുക. 2, ഏകാഗ്ര ഹൃദയത്തോടെ, മീൻസ് ഏകാഗ്ര ഹൃദയം. നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ദൈവം തന്നെ, അല്ലെങ്കിൽ ദൈവത്തിൽ തന്നെ ആയിരിക്കുന്ന അവസ്ഥ. നമ്മുടെ ആശയും ആവേശവുമായ എന്ന് പറയും പോലെ നമ്മുടെ ആശ്രയം മുഴുവനും ദൈവത്തിലായിരിക്കുന്ന, ലോകത്തിലുള്ള നമ്മുടെ ആശ്രയങ്ങളൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെയാണോ? എവിടെ? നമുക്ക് ആശ്രയം മുഴുവൻ ലോകത്തിലാണ്. ഒന്നും നടന്നില്ലെങ്കിൽ നോക്കാം ദൈവത്തെങ്കിലേക്ക്. അല്ല, ദാവീദിനെ പോലെ. ദാവീദ് എന്താ പറയുന്നത്? ചിലർ കുതിരകളിലും, ചിലർ രഥങ്ങളിലും, ചിലർ പ്രഭുക്കന്മാരിലും. പുള്ളിക്ക് അങ്ങനെ ആശ്രയിക്കാൻ എല്ലാവരും ഉണ്ട്. രഥമുണ്ട്, കുതിരയുണ്ട്, ആമേൻ, പ്രഭുക്കന്മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പുള്ളിയുടെ ആശ്രയം മുഴുവൻ ദൈവത്തിങ്കലാണ്. അതുകൊണ്ട് എന്താ, ഒരു മനുഷ്യന് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തത് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുമെങ്കിൽ, നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ, അതേ, ഒരു മനുഷ്യനും നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം ചെയ്തു തരും. അതേ സഹോദരി, ആ തൊഴിലിടത്തിൽ എൻ്റെ കർത്താവ് അത് ചെയ്തു തരും. പുതിയ ജോലിയായി അത് നീ അനുഭവിക്കും. നിന്റെ കുടുംബ ജീവിതത്തിൽ അത് ദൈവം നിനക്ക് ചെയ്തു തരും. വക്കീലിനും ജഡ്ജിക്കും ആർക്കും ചെയ്യുവാൻ കഴിയാത്തത്, മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആർക്കും, ഒരു അധ്യാപകനും ഒരു മെന്ററിനും ഒരു എന്താ പറയുക അഭ്യുതകാംക്ഷിക്കും ചെയ്യുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം ചെയ്തു തരും. മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്തത്, ഡോക്ടറിന് വൈദ്യനും ചെയ്യുവാൻ കഴിയാത്തത് നിന്റെ രോഗാവസ്ഥയിൽ എൻ്റെ ദൈവം ചെയ്തു തരും. ആ കടത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരു ബാങ്കിനും ചെയ്തു തരുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം ചെയ്തു തരും. ആശ്രയം പൂർണ്ണമായി ദൈവത്തിലാണോ? 1, വിശ്വസ്തത. 2, ഏകാഗ്ര ഹൃദയത്തോടെയുള്ള ആശ്രയത്വം. 3,
ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തു. അതേ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ഹിസ്കിയാവ് പൂജാഗിരികളെ നീക്കം ചെയ്തു. മീൻസ് ദൈവത്തിൽ നിന്ന് തന്നെയും തൻ്റെ ജനത്തെയും അകറ്റിക്കളയുന്ന വിഗ്രഹങ്ങളെ ഹിസ്കിയാവ് ഉടച്ചു കളഞ്ഞു. ഇപ്പോൾ ഇത് കേട്ടിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ സംഘടനയും സഭയും തിരിഞ്ഞു നിന്ന് വിഗ്രഹത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലാനും വെട്ടിച്ചാകാനും ഒന്നും നടക്കണ്ട. ഈ അന്ത്യകാലത്തെങ്കിലും ഒരു മനസ്സോടെ സഹോദരങ്ങളെന്ന് പറഞ്ഞ് പരസ്പരം സ്നേഹിക്കുവാനും ഒരുമിച്ച് നിൽക്കുവാനും നമ്മളൊക്കെ ഒരേ അപ്പത്തിൻ്റെ ഓഹരിക്കാരാണെന്ന് ചിന്തിക്കുവാനുള്ള ആത്മീയ പക്വത കാണിക്ക് പ്രിയരെ. തമ്മിൽ തല്ലലൊക്കെ നിർത്ത്. തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുണ്ട്. അങ്ങനെയുള്ള ചെന്നായ്ക്കളുടെ രൂപമെടുത്ത പിശാചുക്കളുടെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇവിടെ വിഗ്രഹമെന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിൽ വിഗ്രഹമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത് ദൈവത്തിന് അധികം പ്രാധാന്യം നമ്മൾ എന്തിനു കൊടുക്കുന്നുവോ അതൊക്കെ വിഗ്രഹമാണ്. ചിലർക്ക് പണമാണ് വിഗ്രഹം, ചിലർക്ക് പേരാണ് വിഗ്രഹം, ചിലർക്ക് പെരുമയാണ് വിഗ്രഹം, ചിലർക്ക് സ്ഥാനമാനങ്ങളാണ് വിഗ്രഹം, ചിലർക്ക് പാരമ്പര്യമായുള്ള ആസ്തികളാണ് വിഗ്രഹം, ചിലർക്ക് ഭാര്യ, ചിലർക്ക് ഭർത്താവ്, മക്കൾ, പലതും വിഗ്രഹമാണ്. ആ വിഗ്രഹങ്ങളെ ഉടച്ചു കളയുക. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്നത് എന്താണോ അതിനെയൊക്കെ ഉടച്ചു കളഞ്ഞ് നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. മനസ്സിലായില്ലേ? അത് തന്നെ ദൈവത്തിന് പ്രസാദമുള്ള കാര്യം അതാ. നിനക്കും ദൈവത്തിനും മധ്യത്തിൽ ഒന്നും ഉണ്ടാകരുത്. ആമേൻ. ഫസ്റ്റ് പ്രിഫറൻസ് ദൈവത്തിലായിരിക്കണം. അപ്പോൾ ദൈവം ബാക്കിയെല്ലാം നിനക്ക് നന്നായി ചെയ്തു തരും. ആമേൻ. നീ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നീ ഏറെ സ്നേഹിച്ചിട്ട് നിന്നോടൊപ്പം ചേർന്ന് നിൽക്കാത്ത ഭാര്യ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുക. സഹോദരി, നീ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുമ്പോൾ നീ ഏറെ സ്നേഹിച്ചിട്ടും ചാവാൻ തയ്യാറായിട്ടും നിന്നോടൊപ്പം നിൽക്കാത്ത നിന്റെ ഭർത്താവ് നിന്നോടൊപ്പം നിൽക്കും. മാതാവേ, പിതാവേ, നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അധികം നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളായി തന്നെ ഒലിവിൻ തൈകൾ പോലെ തഴയ്ക്കും വളരും. നിങ്ങൾ ആ തണലിൽ ജീവിക്കും. ആ ബിസിനസ്സിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുക, ആ ജോലിയേക്കാൾ ദൈവത്തെ സ്നേഹിക്കുക, ആ വിദ്യാഭ്യാസത്തെക്കാൾ ദൈവത്തെ സ്നേഹിക്കുക. നിങ്ങൾ കാണുകയും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിനെല്ലാത്തിലും ഉപരിയായി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അതൊക്കെയും നിങ്ങളുടെ അനുഗ്രഹമായി മാറും. ഇങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പ്രാഗൽഭ്യമുള്ളവരായി മാറാം. ഇങ്ങനെ ചിലതുണ്ടെങ്കിലേ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കിട്ടിയാലേ തന്നാലേ എണീക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രാഗൽഭ്യം ഉണ്ടാക്കിയെടുക്കുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിൽ വരിയായി ഉപവസിക്കാം. പ്രാർത്ഥനയും ഉപവാസവും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. സാക്ഷ്യമുള്ളവരായി നിങ്ങൾ മാറും. പ്രാപിച്ചവരായി നിങ്ങൾ മാറും. ഇനി തലകുനിയുവാൻ, നിരാശ അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കത്തില്ല. എന്നാൽ കണ്ണടച്ചോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തിനുമേൽ വിടുതലായി ചലിക്കട്ടെ. യെസ്, രോഗികൾ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആയുസ് തീർന്നു പോയെന്ന് കരയുന്നവർ പിന്നെയും ജീവിച്ച് സന്തോഷവും സമാധാനവും അനുഭവിക്കട്ടെ. യെസ്, സകല രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. പൈശാചികമായ രോഗങ്ങൾ, ക്യാൻസറുകൾ മാറട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ക്യാൻസറുകൾ വിട്ടുമാറട്ടെ. ഓ സ്തോത്രം. അവയവങ്ങളെ മുറിച്ച് മാറ്റേണ്ട വരുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. തൊഴിലിടങ്ങളിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. പ്രതികൂലങ്ങൾ മാറട്ടെ. വെല്ലുവിളികൾ മാറട്ടെ. ജോലിയെ തകർത്ത് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിയട്ടെ. ജോലി ഉണ്ടാകട്ടെ. പുതിയ ജോലികൾ ഉണ്ടാകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. സാലറി വർധനവുണ്ടാകട്ടെ. പ്രമോഷൻ ഉണ്ടാകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ മടങ്ങി വരട്ടെ. ഒരുമിച്ച് സന്തോഷത്തോടെ വസിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി ജീവിതം, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. ഓ സ്തോത്രം. തലമുറകളുടെ ജീവിതത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ആ എഡ്യൂക്കേഷൻ ലോണുകൾ ലഭിക്കട്ടെ. കടബാധ്യതകൾ മാറട്ടെ. ബാധ്യതകൾ മാറട്ടെ. എല്ലാ ദാരിദ്ര്യവും മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഈ ജനത്തിന് വഴികൾ തുറക്കപ്പെടട്ടെ. സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വയം തൊഴിലുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്ത് സ്വദേശത്തും ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. ആ വിസ അടിച്ച് കിട്ടട്ടെ. പ്രാർത്ഥിച്ച് അതങ്ങനെ സംഭവിക്കുക യേശുവിൻ നാമത്തിൽ.
വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.